പുതിയ പെണ്ണ് കൊള്ളാം അല്ലേ? പ്രീ ചേച്ചിയാണോ? അടിപൊളി. പ്രീ ചേച്ചി എങ്ങനെ പുതിയ പെണ്ണാവുന്നേ? കല്യാണം കഴിച്ചാൽ പിന്നെ പുതിയ പെണ്ണല്ലേ. പുതിയ പെണ്ണും പുയ്യാപ്പിളി. ഡാ പൊട്ട, പ്രീ ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞേ. നമ്മുടെ ഓഫീസിൽ വന്ന ന്യൂ എൻട്രി ഇല്ലേ, എന്തായിരുന്നു അവളുടെ പേര്? സാന്ദ്ര. അപ്പൊ നിനക്ക് അറിയാല്ലേ? അറിയാണ്ടിരിക്കാൻ എനിക്കത് കണ്ടുകൊണ്ടൂടെ? നിനക്ക് കണ്ണ് കാണാം എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പം എന്താ അറിയേണ്ടത്? ഓ, എനിക്കിനി നീ പറഞ്ഞൊന്നും അറിയണ്ട, അല്ലാണ്ട് തന്നെ എല്ലാം അറിയാം. എന്നൊന്നും ഉണ്ടായിരിക്കും പട്ടടാ. പക്ഷെ എനിക്കെല്ലാം അറിയാം. അറിയാലോ, എന്നാ ആരോടും പറയണ്ട. അപ്പൊ അത്രയ്ക്കല്ലേ രഹസ്യാണല്ലേ? എന്ത് രഹസ്യം? രഹസ്യം? എന്ത് രഹസ്യം? എന്നോട് പറ. രഹസ്യം ഒന്നും അങ്ങനെ പരസ്യമാക്കാനുള്ളതല്ല. എന്നോട് പറഞ്ഞ് ഞാൻ പരസ്യമാക്കൊന്നുമില്ല. ഞാൻ രഹസ്യമായിട്ട് തന്നെ വെച്ചോളാം. പറ. അതെ, ഓഫീസിലൊരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. ഇവൻ അവളെ നേരത്തെ അറിയാടോ. എനിക്കെങ്ങനെ അറിയാൻ? ആരാരെ? എടാ കണ്ണുള്ളവനെ, നീ അവളെ നോക്കിയ നോട്ടത്തിലെ എനിക്ക് കാര്യം പിടികിട്ടി. ദിവസം കഴിയുന്നവരോട് സംഭവമായിട്ട് അറിയാനുള്ള ഇവിടെ നമുക്ക് നാസൊക്കെ വല്ലതും പിടിച്ചു കൊടുത്താലോ? ചൊവ്വയിലേക്ക് വല്ലതും പറഞ്ഞിട്ടില്ലേ? നീ അങ്ങനെ വിഷയം മാറ്റണ്ടാട്ടാ. എന്താണ് സംഭവം? പറ. അതെ, നമ്മുടെ ഓഫീസിൽ ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. നീ അറിഞ്ഞ നമ്മുടെ ശ്രീശാന്തിന്റെ ബാൻ മാറി? പിന്നെ സത്യം. എപ്പോ? അതൊക്കെ ഉണ്ടായി. നീ ഇനിയിപ്പോ നമ്മുടെ പയ്യനെ ക്രിക്കറ്റ് കളിക്കാം. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ആ ഫോൺ എടുത്ത് നോക്കി, അതിനകത്ത് BCCIയുടെ മിസ് കോൾ വന്നോ ചിലപ്പോ. എടാ സാമി, ഞാൻ പറഞ്ഞേക്ക് ഓഫീസിലുള്ള ഇത്രയും വലിയ വിശേഷം ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ 14 വർഷമോ? എന്നിട്ട് നിങ്ങൾ ഇതുവരെ എന്ന സിനിമ ചെയ്യായിരുന്നു? എടാ 14 കൊല്ലം അസിസ്റ്റന്റ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നേരെ പിടിച്ച് ഡയറക്ടർ ആക്കാനേ ഇത് ജീവപര്യന്തോന്നല്ല. എടാ പടം ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വേണം, ഭാഗ്യം വേണം. ഇപ്പോഴാണെങ്കിൽ ആർട്ടിസ്റ്റും വേണം, സാറ്റലൈറ്റും വേണം. മോനെ, സിനിമ ഉണ്ടാക്കലല്ല, സംഭവിക്കല. ലാസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ ഈ സഹസംവിധായകനിൽ നിന്നും എടുത്തു മാറ്റുന്ന പോലെ എളുപ്പമല്ല സംവിധായകനാകുക എന്ന് പറയുന്നത്. പഠിക്കുക, ട്രൈ ചെയ്യുക, ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഒബ്സർവേഷൻ. സെറ്റിലെ പണി മാത്രം നോക്കിയാൽ പോരാ. പിന്നെ എടാ ഒബ്സർവേഷൻ, അതാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് വേണ്ട ഏറ്റവും വലിയ ഗുണം. എന്താണ് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക, സേവ് ചെയ്യുക. ഞാൻ നിന്നോട് GK ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്ന ജീവി ഏതാണെന്നറിയോ? ചീറ്റ. വേഗത്തിലല്ല, കൂടുതൽ. അത് വൈൽഡ് ബീസ് അല്ലേ? മറ്റേ ആഫ്രിക്കയിൽ സീബ്രയുടെ ഒക്കെ പുറകെ ഓടുന്ന, മറ്റേ മുതലൊക്കെ പിടിക്കുന്ന? അല്ല. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നിൽക്കാനോ ഇരിക്കാനോ ഉള്ള സമയം പോലും കിട്ടൂല. അസോസിയേറ്റിന്റെ അടുത്ത് നിന്നും ഡയറക്ടറിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും കോസ്റ്റ്യൂമറിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും കൺട്രോളറിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും മേക്കപ്പിന്റെ അടുത്തേക്ക്, പിന്നെയും ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക്, ഇവരുടെയൊക്കെ അസിസ്റ്റൻസിന്റെ അടുത്തേക്ക്, അതിൻ്റെ ഇടയ്ക്ക് ക്രൗഡിന്റെ അടുത്തേക്ക്, ക്യാമറാമാൻ്റെ അടുത്തേക്ക്, വല്ല ചില്ലറയും കിട്ടണമെങ്കിൽ കാഷ്യറിന്റെ അടുത്തേക്ക്. പെട്ടെന്നൊന്നും കിട്ടൂല. എന്നാലും ഓടണം, ഓട്ടത്തോടോട്ടം. ഈ ഓട്ടം ഓടി ഒന്ന് ശ്വാസം വിടുമ്പോഴായിരിക്കും കേൾക്കുന്നത് തെരുവിളി. എടാ, കാതിൽ പഞ്ഞി വെച്ചും കണ്ണിൽ ഈർക്കിൽ വെച്ചും കാലിൽ സ്പ്രിങ് വെച്ചും വയറ്റിൽ തീയും തലയിൽ പുകയുമായിട്ടുള്ള ഒരു ജീവിതമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഇങ്ങനെ ഓടി തളരാതിരുന്നവരാണ് ഇന്നും ഓടുന്ന പടങ്ങൾ എടുക്കുന്ന ഡയറക്ടേഴ്സ് എന്നും മറക്കാൻ പാടില്ല. തെറിവിളി കേട്ടാലും, ഇൻസൾട്ട് ചെയ്താലും, ചെയ്യാത്ത തെറ്റിന് ചീത്തവിളി കേട്ടാലും ചിരിച്ചുകൊണ്ട് ഓടിച്ചാടി നടന്നാൽ നിനക്കും ഡയറക്ടറാവും. അല്ല, ഇതുപോലെ കുറെ സാധുക്കളെ ഓടിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ടിപ്സ് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇനിയും പേടിപ്പിക്കണോ വിനോദേട്ടാ? പേടിപ്പിച്ചല്ലടാ, പിന്നെ അനുഭവിച്ചത് പറഞ്ഞത്. സിനിമ പഴയ സിനിമയല്ലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പഴയ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. മനസ്സിലായോ? എങ്ങനെയുണ്ട്? കലക്കി പൊളിച്ച് തിമിർത്ത്. ഇനി ഒരു വർഷം. എന്തിനും? ശ്രീവേണ്ട തിരിച്ച് ക്രീസിലിറങ്ങാൻ നെക്സ്റ്റ് സെപ്റ്റംബർ. പക്ഷെ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലാട്ടാ. സുപ്രീം കോടതി വരെ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും BCC ഒരു സംഭവമാണ്. ഒരു വർഷം ഇനിയും കാത്തിരിക്കണം. കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമാണ് പോയത്. അത് 7 വർഷത്തെ സ്ട്രഗിള്. പോയതിനെ പറ്റി പറഞ്ഞിട്ട് എന്തായാലും? നഷ്ടപ്പെട്ടതല്ലോ, നഷ്ടപ്പെടുത്തിയല്ലേ. ടീം ഒത്തുകളിയുടെ പേരിൽ ബാൻ ചെയ്തിട്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. കളിയാക്കാനും കുറ്റം പറയാനും മാത്രം 100 നാവ്. എങ്ങനെയാണെങ്കിലും പുള്ളി തിരിച്ചു വന്നല്ലോ, അതാണ് കോൺഫിഡൻസ്, അതാണ് ഇൻസ്പിറേഷൻ. ആരാ പോയേ?
ആര്? അല്ല, നിങ്ങൾ ആരോ തിരിച്ചു വരുന്ന കാര്യമൊക്കെ പറയണ്ടായിരുന്നു. ആ, ശ്രീ. രവിശങ്കറാ? ഉം, ഉം. ഇയാളെങ്ങോട്ട് പോയി? ഇതാരാന്നറിയോ? ആ, ഇയാള് മറ്റേ ബിഗ് ബോസിലേക്ക് ഉണ്ടായിരുന്ന ആളല്ലേ, ഹിന്ദിയില്? ഇയാളെ നീ വേറെ എവിടെയും കണ്ടിട്ടില്ല? പിന്നെ ആ, ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? തെലുങ്കിലുണ്ടെന്ന് തോന്നുന്നു. മീനാക്ഷി പാർട്ട് 2. ഇന്നത്തെ ടൈം ലിമിറ്റായി. ഇയാൾ എങ്ങോട്ട് പോയിന്ന് പറ. പറഞ്ഞുതരാം. കൊള്ളാം, അടിപൊളിയായി. ഓക്കെ. ഹലോ സാർ, അവിയാണ്. അവിനാഷ്. ആ, നാളെയോ? ആ, ഓക്കെ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു സാർ? ക്ലാബ് ബോർഡോ? ആ, കേട്ടിട്ടുണ്ട്. ഇല്ല, അടിച്ചിട്ടില്ല. ആ, നമ്പർ കൊടുക്കാം. റിപ്പോർട്ട് എഴുതണോ? ആ, ഓക്കെ. താങ്ക് യു സാർ. ആ, ഓക്കെ. എന്തടാ? അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുമാതിരി. എന്തേ അവർ വരണ്ടെന്ന് പറഞ്ഞു? ക്ലാപ്പ് അടിക്കാനാണെന്ന്. ആ, റിപ്പോർട്ട് എഴുതണമെന്ന്. പിന്നെ ക്ലാപ്പ് അടിക്കുന്ന ആളുടെ റിപ്പോർട്ട് എഴുതണ്ടേ? ഇതൊരുമാതിരി. എന്ത് പറ്റി? നീ ക്ലാപ്പ് അടിക്കുമ്പോൾ ഡയറക്ടർ റിപ്പോർട്ട് എഴുതണോ? ചേട്ടാ, ക്ലാപ്പ് അടിക്കാന്നൊക്കെ പറഞ്ഞ മോശം പണിയായിട്ട് തോന്നുന്നുണ്ടോ? ചേട്ടാ, നമ്മൾ അത് പഠിക്കാനല്ലോ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്, സംവിധാനം പഠിക്കാനല്ലേ. എടാ എവിക്കുട്ട, ഇതാണ് തുടക്കം. ഇരുന്നിട്ടല്ലേ കാല് നീട്ടാൻ പറ്റൂ. ചേട്ടാ, ഇതൊക്കെ ലാസ്റ്റ് അസിസ്റ്റൻസ് ചെയ്യേണ്ട പണിയാണ്. അപ്പൊ നിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ഇത് ചേട്ടാ, അതൊന്നുമല്ല ചേട്ടാ, ഞാൻ ഒരു ആഡ് ഫിലിം മേക്കർ അല്ലേ. എന്നാ പിന്നെ നീ പോണ്ട. നീ ഇല്ലെങ്കിലും അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കിട്ടാൻ അവർക്ക് വലിയ പഞ്ഞൊന്നുമില്ല. ആയിരക്കണക്കിന് പേര് അവിടെ അലിഞ്ഞിരിഞ്ഞ് നടക്കുകയല്ലേ. നിനക്ക് കുറച്ചിലാണെങ്കിൽ നീ പോണ്ട. കുറച്ചിലൊന്നും ആയിട്ടല്ല. വേണ്ടെന്നേ, നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നടക്കാം. ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് നിന്റെ ഫോട്ടോ എടുപ്പ് കണ്ട് ഇംപ്രസ്ഡ് ആയാലോ? പൊളിച്ചില്ലേ? ഇത് വെറുതെ കയ്യിലും കൊണ്ട് ക്ലാപ്പ് അടിച്ച് പോവാം. നിങ്ങൾ കളിയാക്കുവാണോ? എടാ, ക്ലാപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിനക്ക്? ആ സിനിമയുടെ ഓരോ ഷോട്ടും ക്യാമറ പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം കാണാനുള്ള അവസരം. ആ സിനിമ ഫിലിമിൽ, ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ ആകുന്നതിന് മുൻപ് നേരിൽ കാണാനുള്ള അവസരം. സംവിധായകനും ക്യാമറാമാനും ആർട്ടിസ്റ്റുകളും എല്ലാവരും തമ്മിലുള്ള ചർച്ചകൾ കേൾക്കാം. ഒരു സിനിമയ്ക്ക് ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്ക് ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ സഭാകമ്പം ഇല്ലാതെയാവും. സെറ്റിൽ ഉറക്കെ സംസാരിക്കാൻ 2 പേർക്കേ അധികാരമുള്ളൂ. ഒന്ന് ഡയറക്ടർക്ക്, പിന്നൊന്ന് ക്ലാപ്പ് ബോയ്ക്ക്. നമ്പർ വിളിച്ച് പറയണ്ടേ? ക്ലാപ്പിൽ നിന്ന് തന്നെയാണ് നീ സംവിധാനം പഠിച്ചു തുടങ്ങേണ്ടത്. അല്ലാതെ ഒരു ക്ലാപ്പും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. 1000 മൈലുള്ള യാത്ര തുടങ്ങുന്നത് ആദ്യ ചുവടുവെപ്പ് വെച്ചുകൊണ്ടാണ്. ഇതൊരു ചൈനീസ് പഴമൊഴിയാണ്, മനസ്സിലായോ? ഇത് ഏത് സിനിമയിലാണ്? ഇത് ജാക്കി ചാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയപ്പോ ക്ലാപ്പ് അടിക്കാൻ നിന്നപ്പോ പറഞ്ഞു കൊടുത്താ. ആര്? ഈ ഞാൻ. പോയി ക്ലാപ്പ് അടിക്കടാ. Vacílalo.